ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൂർ ഗൈഡിന്റെ അനൗൺസ് വന്നു. ഇനി ജനവാസ മേഖലയിൽ നിന്നും വനമേഖലയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച വസ്തുക്കളൊന്നും അലക്ഷ്യമായി പുറത്തേക്ക് വലിച്ചെറിയരുത് എന്നും ഇരുവശങ്ങളിലും വൻമരങ്ങളുള്ള ചെറിയ വീതി കുറഞ്ഞ റോഡിലൂടെയാണ് നമ്മുടെ ആനവണ്ടി പോകുന്നത് എന്നും തലയും കൈയും ഒന്നും പുറത്തേക്കിടരുത് എന്നും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ 100% ശരിയായിരുന്നു. കാരണം റോഡിന്റെ ഇരുവശത്തും തടിച്ചു നിൽക്കുന്ന വൻമരങ്ങൾക്കിടയിലൂടെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ മാത്രമേ മരങ്ങളിൽ തട്ടാതെ ബസ്സിന് നീങ്ങാൻ കഴിയുകയുള്ളൂ. ഇബ്രാഹിക്ക എന്ന നമ്മുടെ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് എവിടെയും ടച്ച് ചെയ്യാതെ യാത്ര ചെയ്യാൻ സാധിച്ചത്. ഇടുങ്ങിയ കാട്ടുപാതയിലൂടെ വനത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ എത്തിയത് ആനപ്പാറക്കടുത്താണ്. ഡ്രൈവർ ആനവണ്ടി ഒതുക്കി നിർത്തി. എല്ലാവരും പുറത്തേക്കിറങ്ങി. വഴുവഴുപ്പുള്ള ഇടവഴിയിലൂടെ എല്ലാവരും ആനപ്പാറയിലേക്ക് നടന്നു. അങ്ങനെ ഷിഹാബ് നല്ലൊരു ക്ലിക്കിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റെഡി 1 2 അതാ 1 മിനിറ്റ് അതാ താത്തർക്ക് പോയി. അപ്പം അത് ആന വരുന്നുണ്ട് 1 2 3 4 ഒന്നും കൂടെ 1 2 3. അങ്ങനെ എല്ലാവരും ആനവണ്ടിയിൽ അവരവരുടെ ഇടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. വീണ്ടും ഗൈഡിന്റെ അനൗൺസ് വന്നു. പ്രകൃതി ഭംഗി ബസ്സിനകത്തിരുന്നു മാത്രം ആസ്വദിക്കുക. വീഡിയോകൾ എടുക്കുന്ന ആവേശത്തിൽ കൈയും തലയും മരങ്ങളിലോ മരച്ചില്ലകളിലോ തട്ടാനും അപകടമുണ്ടാകാനും സാധ്യത കൂടുതലാണ്. ശരിക്കും വനത്തിലൂടെയുള്ള യാത്ര ചെങ്കുത്തായ പാത. ആ പാത കണ്ടാലറിയാം ഈയിടെയാണ് ഈ കാട്ടുവരിപ്പാത കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് എന്ന കാര്യം. ആനവണ്ടിക്ക് തന്നെ ശരിക്ക് വീശിയൊടിച്ച് കടന്നുപോകാനുള്ള വീതി ആ പാതയ്ക്കില്ല. അതുകൊണ്ട് തന്നെ എതിർദിശയിൽ ഒരു ചെറു വാഹനം വന്നാൽ പോലും വഴി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെങ്കുത്തായ കയറ്റവും വളവു തിരിവുകളുമായതിനാൽ ഡ്രൈവർ ഹോണിന്മേൽ നിന്ന് കൈയെടുക്കാതെയും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കാതെയും പാതയിലേക്ക് കണ്ണും നട്ടുകൊണ്ട് സസൂക്ഷ്മമായാണ് ആനവണ്ടിയെ മേച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടുപാതയുടെ ഇരുവശങ്ങളിലും വലിയ കൊക്കകളാണുള്ളത്. വൻമുളക്കൂട്ടങ്ങളെയും വൻ തേക്ക് മരങ്ങളെയും പേരറിയാത്ത ഒരുപാട് വമ്പൻ മരങ്ങളെയും പിറകിലാക്കിയാണ് ആനവണ്ടി കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു കറുത്ത മഹീന്ദ്ര ഥാർ ഒരു വലിയ പാറപ്പുറത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിനടുത്ത് നിൽക്കുന്നു. ആരാണിതിവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് ഒരു വീഡിയോഗ്രാഫർ കാടിന്റെയും കാറിന്റെയും മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുന്ന തിരക്കിലാണെന്ന് ശ്രദ്ധിച്ചത്. ഞങ്ങൾ ലക്ഷ്യമാക്കിയ മാമലകണ്ടം എന്ന സ്ഥലത്തേക്ക് ഏകദേശം 45 മിനിറ്റോളം യാത്ര ചെയ്തപ്പോൾ എത്തിച്ചേരാൻ തുടങ്ങി. വിക്കിപീഡിയ ഈ പ്രദേശത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് മാമലക്കണ്ടം. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്കൂളിലിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ സന്തോഷം എത്ര വലുതായിരിക്കുമല്ലേ. കാരണം സ്കൂളിന്റെ ഒരു വശത്ത് അവർക്ക് കാൽപന്ത് കളിക്കാനുള്ള വിശാലമായ ഗ്രൗണ്ട്. ക്ലാസ് റൂമിന്റെ ജനലുകൾ തുറന്നിട്ടാൽ മന്ദമായ ഉന്മേഷദായകമായ കാറ്റ് ഒഴുകിയെത്തുന്നു. പിന്നോട്ട് നോക്കിയാൽ പച്ചപ്പ് നിറഞ്ഞ കൂറ്റൻ മലയും അതിന്റെ നടുവിൽ നിന്ന് ഒഴുകിവരുന്ന ഒരു വെള്ളച്ചാട്ടവും കാണാം. അങ്ങിങ്ങായി മന്ദമാരുതന്റെ താളത്തിനൊത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വെളുത്ത മേഘപാളികളും തെളിഞ്ഞ നീലാകാശവും. എത്ര മനോഹരമായിരിക്കും അവിടെ പഠിക്കുന്ന കുരുന്നുകളുടെ കലാലയ ഓർമ്മകൾ. ഈ പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ഡ്രൈവർ ഇതിനകം തയ്യാറായി കഴിഞ്ഞിരുന്നു. പൃഥ്വിരാജിന്റെ മാണിക്യക്കല്ല് എന്ന സിനിമ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാൻ കഴിഞ്ഞു. സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള മാമലകണ്ടം സ്കൂളിന്റെ പരിസരത്ത് ടാർപോളിൻ മേൽക്കൂരകളുള്ള തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ചെറിയ കച്ചവടക്കാരുടെ ഒരു നിര തന്നെയുണ്ട്. ഡ്രൈവർ ആനവണ്ടിയുമായി തിരിച്ചു വന്നപ്പോഴേക്കും ആവശ്യമുള്ളവരെല്ലാം ഈ ചെറിയ കടകളിൽ നിന്ന് ചായ കുടിച്ചും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയും ഐസ്ക്രീം കഴിച്ചുമെല്ലാം തങ്ങളുടെ നേരിയ വിശപ്പടക്കി. വനത്തിലൂടെയുള്ള ആനവണ്ടി യാത്ര വീണ്ടും ആരംഭിച്ചു. വനപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലുതും ചെറുതുമായ അരുവികൾ പാതയ്ക്ക് കുറുകെ ഒഴുകുന്നുണ്ടായിരുന്നു. ഈ വനത്തിലെ മരങ്ങളെല്ലാം എത്ര അടുക്കോടെയാണ് നിലകൊള്ളുന്നത്. വരിവരിയായി നട്ടുപിടിപ്പിച്ചതാണെന്ന് തോന്നിപ്പോകും. ഇടതൂർന്നു നിൽക്കുന്ന തേക്ക് മരങ്ങളും യൂക്കാലിപ്റ്റസ് മരങ്ങളും കൂടുതലായി കാണാൻ സാധിച്ചു. അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന മലകൾക്ക് മുകളിലൂടെ ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ചെറിയ നീർച്ചാലുകൾ അങ്ങിങ്ങായി ഒഴുകിയിറങ്ങുന്നു. ആകാശത്തിലെ മേഘങ്ങൾ ഇരുണ്ടുകൂടിയിരിക്കുന്നു. അതിന് താഴെ വെളുത്ത മഞ്ഞുകൂട്ടങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വനത്തിലെ പക്ഷികളുടെ ശബ്ദം ചെവിയിലേക്ക് തുളച്ചു കയറുന്നു.
കാട്ടുപാതയുടെ വലതുവശത്തായി ഒരു പുഴയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബസിനകത്താണെങ്കിലോ കുറെ പേർ ഇതുവരെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. അല്പമെങ്കിലും പാടാൻ കഴിവുള്ളവർ പരമാവധി പാടാൻ ശ്രമിക്കുന്നു. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് സൈനബാ ബീവി. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് സൈനബാ ബീവി. ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട്. ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട്. പതറൊത്ത പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ. പതറൊത്ത പെണ്ണിന്റെ കൽവിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ചു ചേലിൽ. കസവണിഞ്ഞ തേക്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു. കസവണിഞ്ഞ തേക്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് സൈനബാ ബീവി. ചിത്തിരപ്പൂത്താലിയുണ്ട് മുത്ത് കത്തുന്ന പൊന്മാലയുണ്ട്. ചിത്തിരപ്പൂത്താലിയുണ്ട് മുത്ത് കത്തുന്ന പൊന്മാലയുണ്ട്. കനകം വിളയുന്ന കൽവിൽ പൂത്ത് കതിരിട്ട് മോഹങ്ങൾ ചേലി. കനകം വിളയുന്ന കൽവിൽ പൂത്ത് കതിരിട്ട് മോഹങ്ങൾ ചേലി. പിരിശമുള്ള മാരനിന്ന് നിന്റെ മുന്നിലെത്തി കാത്തിരുന്ന രാവിലിന്ന് പൂത്തിരിയും കത്തി. പിരിശമുള്ള മാരനിന്ന് നിന്റെ മുന്നിലെത്തി കാത്തിരുന്ന രാവിലിന്ന് പൂത്തിരിയും കത്തി. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് സൈനബാ ബീവി. മുഞ്ചത്തി ബീവി നടക്ക് നിന്റെ കഞ്ചകമാരൻ്റെ അടുത്ത്. മുഞ്ചത്തി ബീവി നടക്ക് നിന്റെ കഞ്ചകമാരൻ്റെ അടുത്ത്. പഞ്ചവർണ്ണ കിളിയാളെ കൽവിൽ പഞ്ചാര പാലൂത വേക്കി. പഞ്ചവർണ്ണ കിളിയാളെ കൽവിൽ പഞ്ചാര പാലൂത വേക്കി. സംസുതിച്ചൊളി പരത്തും മാർഗടിക്ക വീളി സംശയിച്ച് ലജ്ജയോടെ മല്ലടിക്കുമാരെ. സംസുതിച്ചൊളി പരത്തും മാർഗടിക്ക വീളി സംശയിച്ച് ലജ്ജയോടെ മല്ലടിക്കുമാരെ. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് സൈനബാ ബീവി. പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനി ദേവി പെണ്ണ് സൈനബാ ബീവി. BTC മലപ്പുറത്തു നിന്നും മൂന്നാറിലേക്ക് സംഘടിപ്പിച്ച ഉല്ലാസയാത്രയുടെ ആദ്യ ദിനത്തിൽ ഇപ്പോഴെത്തിയിട്ടുള്ളത് മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിലാണ്. അവിടെ തന്നെയാണ് കേരളത്തിലുള്ള മിക്ക KSRTC ഡിപ്പോയിൽ നിന്നും വരുന്ന ഉല്ലാസയാത്രകളുടെ ബസ്സും വരുന്നതും. എന്തായാലും എല്ലാവരും വളരെ അതിമനോഹരമായിക്കൊണ്ട് തന്നെ ആ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു. മാത്രമല്ല KSRTC എന്ന ബസ് ഈ ഒരു പച്ച പുതച്ച മൂന്നാറിൻ്റെ മാറിലൂടെ ഒഴുകിങ്ങനെ വരുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു. ഏതായാലും ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.